നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിച്ചതിന് ശേഷം അസാധാരണ സംഭവങ്ങളാണ് ഓരോ പാർട്ടിയിലും ഉണ്ടാകുന്നത്. ഇപ്പോൾ CPM-നെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും അധികം അടിത്തറയുള്ള കണ്ണൂർ ജില്ലയിലെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പാർട്ടി സ്ഥാനാർത്ഥിക്കെതിരെ വിമത സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. TK ഗോവിന്ദൻ ഇതാണ് കോൺഗ്രസ് പിന്തുണയോടുകൂടി ഇപ്പോൾ PK ശ്യാമള എന്ന് പറയുന്ന CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയ്ക്കെതിരെ മത്സരിക്കാനായിട്ട് പോകുന്നത്. DCCയുമായിട്ട് ചർച്ച നടത്തി എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ CPയിലെ ഒരു സിറ്റിംഗ് MLA BJPയിലേക്ക് ചേർന്ന് മത്സരിക്കുന്നു. ഇവിടെ സുധാകരന് കോൺഗ്രസിൻ്റെ പിന്തുണ നൽകുന്നു. ശരിക്കും പറഞ്ഞാൽ CPM-നുള്ളിൽ മാത്രമല്ല എല്ലാ പാർട്ടിയിലും ഒരു അടിത്തട്ട് മുതൽ ഒരിളക്കം അങ്ങനെയാണോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതിനകത്ത് വളരെ നമ്മൾ പാർട്ടിക്കകത്ത് ഇപ്പോൾ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. പക്ഷെ വളരെ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ CPM-ന്റെ കണ്ണൂരിൽ നിന്ന് ആൾക്കാർ കൊഴിഞ്ഞു പോവുക എന്ന് പറഞ്ഞാൽ, നമ്മൾ കണ്ണൂരിൽ നിന്ന് പണ്ട് ഒക്കെ CPM-ന്റെ ഭാഗമായിട്ട് ഒരു കമ്മ്യൂണിസ്റ്റുകാരനോട് സംസാരിച്ചാൽ നമുക്ക് രോമാഞ്ചം കൊള്ളുവാണ്. കാരണം ഇതാണോ കമ്മ്യൂണിസം, ഇങ്ങനെയാണോ അവരുടെ ചിന്ത, ഇങ്ങനെയാണോ ജീവിതം? അപ്പോൾ ഒരിക്കലും അവർക്ക് ആ എത്തിക്സ് മാത്രമാണ് അവരുടെ മുതൽക്കൂട്ട്. അതിനപ്പുറം ഒരു പാർലമെൻ്ററി വ്യാമോഹമോ MLA-യോ MP-യോ മറ്റ് ഒന്നും ചിന്തിക്കാത്ത ഒരു ജീവിതശൈലി പാർട്ടി അത് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അത് പൊതുജനത്തിന് വേണ്ടി ചെയ്യുന്ന ഒരാൾ എന്നുള്ള രീതിയിലുള്ള ഒരു സങ്കല്പമാണ്. സാറേ, അതിനകത്തൊക്കെ വളരെ അങ്ങനെയല്ല, ഇത് വ്യത്യസ്തമായിട്ടാണ്. ഇത് മൊത്തവും ജനത്തിനെ പറ്റിക്കുന്ന രീതിയിലേക്കാണെന്നുള്ള ഒരു രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടല്ലേ ഇപ്പോൾ കാണുന്നത്. പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ എന്ന് പറഞ്ഞാലും സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അവരാണ് ആ പാർട്ടി എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. ഭരണമുള്ള സമയമാണെങ്കിൽ ഭരണത്തിനകത്ത് എന്തൊക്കെ തീരുമാനിക്കും. അപ്പോൾ അത് അത്രയ്ക്ക് വലിയൊരു പൊടിയാണ്. ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ എന്നൊക്കെ പറഞ്ഞാൽ MLA ഒന്നും ശരിക്കും പറഞ്ഞാൽ CPM-ന്റെ MLA ഒന്നും അതിൻ്റെ മുമ്പിലും ഒന്നുമല്ല. ആ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ ആയിട്ടുള്ള TK മോഹൻ അല്ലേ, അല്ല ഗോവിന്ദൻ, TK ഗോവിന്ദൻ, അദ്ദേഹം ഇപ്പം പാർട്ടി ശ്യാമളയ്ക്കെതിരെ അല്ലെങ്കിൽ ആ സീറ്റിൽ മത്സരിക്കാൻ പോവുകയാണ്. ഗോവിന്ദ മാഷിൻ്റെ ഭാര്യയാന്ന് തോന്നുന്നു. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു, പാർട്ടിക്കകത്ത് ഇപ്പം ആര് പറഞ്ഞാലും അറിയുന്നതും ഏറ്റവും കൃത്യമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റാണ്, അയാളാണ് കമ്മ്യൂണിസ്റ്റ്, അങ്ങനെ ആവണം കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സുധാകരൻ പാർട്ടി വിട്ടിട്ട് ഈ കോൺഗ്രസിന് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കും. ഇതും കോൺഗ്രസിന് സ്ഥാനാർത്ഥി. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം പാർട്ടിക്കകത്തെ ഒരു ഫണ്ട് പിരിവുമായിട്ട് ബന്ധപ്പെട്ട് MLA ഉൾപ്പെടെ കണ്ണൂര് ചില ഏരിയ കമ്മിറ്റിക്കകത്ത് ഏരിയ സെക്രട്ടറി ആയിട്ട് ഇരുന്നിട്ടുള്ള അയാൾ ആക്ഷേപം പറയുന്നു, ഇതിനകത്ത് നിന്ന് വെളി വരുന്നു. അയാളും നാളെ സ്വതന്ത്രനായിട്ട് ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രതിഷേധം എന്നുള്ള പാർട്ടിക്കെതിരെ മത്സരിക്കുകയാണ്. ഇത് കേരളത്തിലുടനീളം നമ്മളിപ്പോൾ ഒരു കഴിഞ്ഞ ദിവസം മുമ്പ് കുറച്ച് മുമ്പ് ഒരു MLA, നിലവിലുള്ള MLA സീറ്റ് കിട്ടാത്തത് CPI-യുടെ ആണെന്ന് തോന്നുന്നു. അയാൾ ഉടനെ പോയിട്ട് കമ്മ്യൂണിസമാണ് പറയുന്നത്. ആദ്യത്തെ കമ്മ്യൂണിസം കണ്ടുപിടിച്ചതെന്ന് CPI പറയുന്നത്. അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളവരുള്ളത് പറയുന്നിടത്ത് അയാൾ ഓടിച്ചെന്നിട്ട് കോൺഗ്രസിൻ്റെ ഓഫീസിൽ ചെന്നു. അവർ പറഞ്ഞു ഇയാളെ ഞങ്ങൾക്ക് വേണ്ട, അടുത്ത ഓഫീസിലോട്ട് ചാടി കയറി അവിടെ BJPയുടെ ഓഫീസിലോട്ട് കയറി ഷാള് വിട്ട് സ്ഥാനാർത്ഥിയായിട്ടിരിപ്പുണ്ട്. അപ്പം വൈക്കം. അപ്പം ഇത് വല്ലാത്തൊരു കാരണം. ഇത് കോൺഗ്രസിനകത്ത് നമ്മൾ പറയുന്നില്ല, അവർക്ക് നമ്മൾ എത്ര പറയുമ്പോഴും എപ്പോഴും ഒരു അടി ഉള്ളതാ. ആ അടിയെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് അവർ കൂടി ചെന്ന് നിൽക്കുമ്പോൾ അവർ മത്സരിക്കാറുണ്ട്, ജയിക്കാറുണ്ട്, ചില ഘട്ടങ്ങളിൽ തോക്കാറുണ്ട്. എനിക്കറിയാം ഒരു കാലത്ത് കയക്കാരനാകാരൻ കോൺഗ്രസിന് നമുക്കിപ്പോൾ അടിയുണ്ട് അല്ലെ സീറ്റിന് തർക്കമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ജയിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല. കരുണാകരൻ ഒരു പ്രാവശ്യം സീറ്റ് തർക്കം വന്നു. എപ്പോഴും വീതിക്കുന്നത് ഇങ്ങനെയാണല്ലോ, ആന്റണിക്ക് ഇത്ര, കരുണാകരന് ഇത്ര, അന്ന് രണ്ടുപേരേ ഉള്ളൂ, അല്ലെങ്കിൽ അവരുടെ സ്ഥാനാർത്ഥികൾ വരും. ആ കരുണാകരൻ സീറ്റ് ഉപയോഗിച്ചു. കരുണാകരൻ താല്പര്യമുള്ള 4 സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചില്ല. അന്ന് മാലയാത്തി സരളാദേവിയൊക്കെ ഓർമ്മയുണ്ടോ? എൻ്റെ പൊന്ന് സിനു, ചുവരെഴുതി 1 2 3 ആഴ്ചയും കൂടെ ഉള്ളൂ നോമിനേഷൻ കൊടുക്കാനും അതിന് ഡേറ്റ് ഇല്ല. ആ സമയത്ത് ചുവരെഴുതിയ പ്രഖ്യാപിച്ച പ്രചരണത്തിന് ഇറങ്ങിയ സ്ഥാനാർത്ഥികളെ മാറ്റിയിട്ട് കരുണാകരൻ മാറ്റിയിട്ട് മാറാൻ പറഞ്ഞു. അവരെനിക്ക് താല്പര്യമില്ല, എൻ്റെ സ്ഥാനാർത്ഥികളല്ലെന്ന് പറഞ്ഞു. കരുണാകരൻ ചോദിച്ചു. പിന്നെ ഇപ്പോൾ തിരുവായിക്ക് ഇതുപോയല്ലോ, പുള്ളി 4 സ്ഥാനാർത്ഥികളെ നിർത്തി. ആ 4 സ്ഥാനാർത്ഥികളും ജയിച്ചെന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? മാലയാത്തിൽ അല്ലാതെ പിന്നെ MLA ആയിട്ടില്ല, അതിനുശേഷം അവർ MLA ആയിട്ടില്ല. അപ്പോൾ അതേ രീതിയിലാണ് കോൺഗ്രസ്. അപ്പോൾ കോൺഗ്രസിനകത്ത് ഈ തർക്കം ഞാൻ ഈ പറഞ്ഞത് അത് എന്നും ഉള്ളതാണ്, പുതിയതായിട്ടുള്ള തർക്കമൊന്നുമല്ല. അത് എന്നും ഉള്ളതാവുമ്പം അന്ന് കരുണാകരനും ഈ പറയുന്ന AK ആന്റണിയും തർക്കിച്ചാൽ ആ തർക്കം കോൺഗ്രസിന് ഗുണമായിരുന്നു. നിങ്ങൾ പറയുന്നതൊക്കെ ആ ഗ്രൂപ്പ് കോൺഗ്രസിന് ബലമാണ്. ഇപ്പോഴത്തെ ഗ്രൂപ്പ് അങ്ങനെയല്ല, അതാണ് അന്നേ ഉള്ള അതിൻ്റെ വ്യത്യാസം. പക്ഷേ CPM അങ്ങനെയല്ല. CPM-ന് അങ്ങനെ ആയാൽ നിലനിൽപ്പില്ല. CPM തീർന്നു പോകും. മനസ്സിലാവുന്നുണ്ടോ? മറ്റേതെപ്പോഴും ഇങ്ങനെ തിരിഞ്ഞും പറഞ്ഞും അല്ലെ വെള്ളത്തിൽ ഇല പോലെ പോകുന്ന പോലെ കോൺഗ്രസ് അങ്ങ് പോകും. പക്ഷേ CPM പൊളിഞ്ഞാൽ അത് കേഡർ പാർട്ടിയാണ്, പിന്നെ അത് യോജിച്ച് വരത്തില്ല. എങ്ങും ഉണ്ടായിട്ടില്ല. നമുക്കറിയാം ഇന്ത്യയിലെ പല കാര്യത്തിലും ലോകത്തിലെ പല കാര്യത്തിലും. അപ്പോൾ ഏകദേശം അതിൻ്റെ ഒരു കാര്യം തീരുമാനമായി വരുന്നത് പോലെയാണ് നമ്മൾ ഈ പറയുമ്പോൾ. ആരും അത് ഗൗരവത്തിൽ എടുക്കുന്നില്ലെങ്കിലും ഞാൻ പല ഇടത്തും ഉള്ളതിനെക്കാട്ടിൽ നമ്മൾ ഏറ്റവും ഗൗരവത്തിൽ കാണേണ്ടതെന്ന് പറഞ്ഞാൽ കണ്ണൂരെ CPM എന്ന് പറഞ്ഞാൽ അത് വേറെ CPM ആണ്.
പാർട്ടി ഗ്രാമങ്ങൾ, അതിരുകളില്ലാത്ത, വേലികളില്ലാത്ത, അവിടെ വീഴുന്ന തേങ്ങ ഇവിടോട്ട് വീഴുന്ന ഇവർക്കെടുക്കാം, ആ രീതിയിൽ ജീവിച്ചുകൊണ്ടിരുന്ന, ആ സങ്കല്പത്തിൽ ജീവിച്ചുകൊണ്ടിരുന്ന, പാർട്ടി അല്ലാതെ മറ്റൊന്നുമില്ല, ജാതിയില്ല, മതമില്ല, ഇതെല്ലാം ശരിയായിരുന്നോ, ശരിയാണോ, അതോ ഇപ്പം മാറിയതാണോ, അതോ ഇവർ കബളിപ്പിക്കുകയായിരുന്നോ ജനത്തെ എന്ന് തോന്നുന്ന രീതിയിലേക്കുള്ള ചില തീരുമാനങ്ങൾ, അത് ഈ പറയുന്ന ഉത്തരവാദിത്തം MLA യുടെ കാര്യം വരുമ്പോഴും MP യുടെ കാര്യം വരുമ്പോഴും അല്ലെങ്കിൽ ചെയർമാൻ്റെ കാര്യം വരുമ്പോൾ പാർട്ടി സെക്രട്ടറിയുടെ കാര്യം വരുമ്പോൾ ഒക്കെ വരുന്നു. അല്ലെങ്കിൽ ഇവരുടെ എല്ലാം പുറകിൽ ഇത് മുമ്പിൽ വെച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ കൊള്ളയുണ്ടായിരുന്നു എന്ന് വരുന്ന രീതിയിലൊക്കെ നമുക്ക് ആലോചിക്കേണ്ടി വരും, വരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ. ഏതായാലും കണ്ണൂർ വലിയ പൊട്ടിത്തെറിയാണ്, CPM വലിയ പ്രശ്നമാണ്, കുഴപ്പമാണ് എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക്. സത്യമാണ്. ഈ കാഡർ സ്വഭാവത്തിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഇരുമ്പുമറ, ആ ഇരുമ്പുമറക്കകത്ത് പലപ്പോഴും അരാജകത്വം, അധാർമികത, പാർട്ടി നയപരിപാടികൾക്ക് വിരുദ്ധമായത്, പാർട്ടി ആശയങ്ങൾക്ക് വിരുദ്ധമായ ചിന്ത എല്ലാം ഉണ്ട്. അത് കുറേ കാലം പുറത്തറിയാതിരിക്കും. അത് പതുക്കെ സുഷിരം വീണും പുറത്തേക്ക് ലീക്ക് ചെയ്യാൻ തുടങ്ങിയാലുണ്ടല്ലോ തകരാൻ എളുപ്പമാണ്. ഇതിപ്പോൾ സോവിയറ്റ് യൂണിയൻ തൊട്ട് ബംഗാൾ വരെ തെളിയിച്ചതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലോകത്തിലെ എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഈ ഒരു ഘട്ടം ഉണ്ടായിട്ടുണ്ട്, ഈ തകർച്ചയുടെ ഘട്ടമുണ്ട്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്, പ്രത്യേകിച്ച് CPM-ന് അതിൻ്റെ ജീർണത ആരംഭിച്ചിട്ട് കുറേ കാലമായി. ഇപ്പോൾ ആദ്യം സാറ് പറഞ്ഞതാണ്, ഇതിന് 2 ഘടകമാണല്ലോ ഉള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിച്ചവർക്ക് അതറിയാം. ഒന്നിന് നമ്മൾ അടിത്തറ, മറ്റേതിന് മേൽക്കൂര എന്ന് പറയും. അടിത്തറ എന്ന് പറയുന്നത് ആശയ അടിത്തറയാണ്, മറ്റേത് സംഘടനാ സംവിധാനമാണ് മേൽക്കൂര. ഇത് രണ്ടും ദ്രവിച്ച് തകർന്നു. ആദ്യം തകർന്നത് എവിടെയാണ്? സാറ് പറഞ്ഞ പോലെ ഈ പാർട്ടിക്കകത്ത് ജാതി ചിന്ത ശക്തമായിട്ട് വരിക. സാറിന് ഓർക്കുന്നുണ്ടാവും, കണ്ണൂർ ജില്ലയിലെ ഒരു MLA-യുടെ മകളെ അന്യജാതിക്കാരൻ പ്രണയിച്ചതിൻ്റെ പേരിൽ 5 കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ കണക്ക് തീർക്കുമ്പോൾ രാഷ്ട്രീയ കൊലപാതകമായിട്ട് കണക്കെഴുതും. എന്ന് പറഞ്ഞാൽ പുറത്ത് ഈ വായിട്ടടിക്കുന്ന ജാതി വിരുദ്ധമായ മതരഹിതമായ സംഗതിയൊന്നും അല്ല അകത്ത് എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ ആശയപരമായി വലിയ പുഴുക്കുത്ത് വീണിരുന്നു. രണ്ടാമത്തെ ഘടകം, സംഘടനാപരമായിട്ട് പലതും പുറത്തു പറയാൻ മടിക്കുമ്പോഴും അകത്ത്. പയ്യന്നൂരിലെ കേസ് എന്താ? രക്തസാക്ഷികളുടെ പേരിൽ നടക്കുന്ന തട്ടിപ്പ്, അഴിമതി, MLA നടത്തിയ ക്രമക്കേട്, അത് വിളിച്ചു പറഞ്ഞതിനാണ് കുഞ്ഞികൃഷ്ണനെ പുറത്താക്കുന്നത്. അദ്ദേഹം പുസ്തകം എഴുതുന്നു, അദ്ദേഹത്തെ കൊല്ലാൻ പോകുന്നു, ഇപ്പോൾ അദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. ഇപ്പോൾ വന്നിരിക്കുന്നത് വന്ന് ഇതെല്ലാ കാര്യത്തിലും. അപ്പോൾ ആശയ തലത്തിൽ പിന്നെ കണ്ണൂരിൽ നിന്ന് പുറത്തു വന്ന ഞെട്ടിക്കുന്ന, എന്നെ ഏറ്റവും ഞെട്ടിച്ചൊരു വിവരം എന്താ വെച്ചാൽ, കണ്ണൂരിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ നടന്ന RSS CPM സംഘടനകളുണ്ടല്ലോ, കൊലപാതകങ്ങളുണ്ടല്ലോ, അത് നടന്നത് 2 തരത്തിലാണ്. ഒന്ന്, വ്യക്തിപരമായി ഇത്തരം അക്കൗണ്ടുകൾ തീർത്തതാണ് പലതും, എന്നിട്ട് രാഷ്ട്രീയ കണക്കിലെഴുതിയതാണ് ഒന്ന്. രണ്ടാമത്തേത്, ആള് തെറ്റി കൊന്നുപോയതാണ് പലരും. ലക്ഷ്യം തെറ്റി കൊന്നുപോയ എത്ര രക്തസാക്ഷികളാണെന്നറിയും. ഒന്ന് ആലോചിച്ച് നോക്കൂ എൻ്റെ അവസ്ഥ. ലിസ്റ്റ് ഞാൻ പറയാം, പല പുസ്തകങ്ങളും പുറത്തു വന്നു. അപ്പൊ ഞാൻ പറയുന്നത് ഇതാണ് ആശയതലത്തിലുള്ള അതിന്റെ ജീർണത എന്നോ പൂർണ്ണമായിട്ടുണ്ട്. ഇപ്പോ മേൽക്കൂര, സംഘടനാ സംവിധാനം തകരുകയാണ്. പയ്യന്നൂരിൽ വെല്ലുവിളി ഉയർത്തിയ കണക്ക് ചോദിച്ചു, കണക്കിന് പാർട്ടി സഖാക്കളോട് പിരിച്ച കാശിന് കണക്ക് പറയണം എന്ന് പറഞ്ഞ കുറ്റത്തിനാണ് കുഞ്ഞികൃഷ്ണനെ പുറത്താക്കുന്നത്. അദ്ദേഹം മത്സരിക്കുന്നു. ഒന്ന്. രണ്ടാമത്തേതിന്റെ പ്രശ്നം എന്താ? രണ്ടാമത്തെ കേസ് ഇപ്പൊ ഇദ്ദേഹം പറയുന്നത് എന്താ? പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യമാരെ നിഷ്പ്രയാസം MLA ആക്കുക, മന്ത്രിയാക്കുക. അങ്ങനെ ആക്കിയവരുടെ ക്രെഡിബിലിറ്റി എന്താ? ഞങ്ങളുടെ മലപ്പുറം ജില്ലയിൽ നിന്ന് ഒരു പാർട്ടി സെക്രട്ടറി ഉണ്ടായല്ലോ, വിജയരാഘവൻ. അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഭാര്യയെ MLA ആക്കി, മന്ത്രിയാക്കി. എന്താ മന്ത്രിയുടെ പെർഫോമൻസ് സ്ഥിതി? ദയനീയമല്ലേ? ഭാര്യ ആയി എന്നൊരു അയോഗ്യതയല്ല. 2, PK ശ്യാമള. ഇദ്ദേഹം ഗോവിന്ദൻ മാഷ് സെക്രട്ടറി ആയിരിക്കുമ്പോൾ അദ്ദേഹം മാറി നിൽക്കുന്നു. ഈ വൈഫുകാരാണ് ഇവരുടെ ക്രെഡിറ്റ് എന്താ? തളിപ്പറമ്പ് മുനിസിപ്പൽ ചെയർപേഴ്സൺ ആയിരിക്കുമ്പോഴാണ് സാജൻ എന്ന് പറയുന്ന ഒരു വിദേശ NRI തൊഴിലാളിയെ, NRI വ്യവസായിയെ ജീവൻ എടുക്കേണ്ടി വന്ന അവരാണ്. അപ്പൊ ഇത്തരം ട്രാക്ക് റെക്കോർഡൊക്കെയാണ് ഇവരുടെ കയ്യിലുള്ളത്. ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത്, ഇപ്പോൾ കണ്ണൂരിൻ്റെ മാത്രം ചിത്രമല്ല, കൂട്ടത്തിൽ പറഞ്ഞല്ലോ ജി സുധാകരൻ്റേത്. ഇപ്പൊ നമുക്ക് പ്രത്യക്ഷത്തിൽ ആ മനുഷ്യനെ ഇത്രയും നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കി, അധികാരം പോരാ എന്നൊക്കെ പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് മൂല്യമല്ല എന്ന് പറയുമ്പോഴും ഞാൻ ഓർക്കുന്നത് പണ്ട് VS പറഞ്ഞ ഒരു കാര്യമുണ്ട്. VS-നെ കുറിച്ചും VS പിണറായിസത്തിനെതിരായിട്ട് കലാപം തുടങ്ങിയ കാലത്ത് VS-നെ കുറിച്ചും ഇങ്ങനെ പറഞ്ഞിരുന്നു, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഇങ്ങനെ പെരുമാറാമോ, ഇലക്ഷൻ നടക്കുമ്പോൾ പാർട്ടി കുലംകുത്തിയുടെ വീട്ടിൽ പോകാമോ എന്നൊക്കെ ചോദിച്ചിരുന്നു. VS പറഞ്ഞൊരു മറുപടി എത്ര സൗമ്യമായിരുന്നു അറിയോ? VS പറഞ്ഞ മറുപടി എന്താ അറിയോ?
എൻ്റെ പാർട്ടി സംഘടനാ രീതി വിട്ട് പെരുമാറാൻ തുടങ്ങുമ്പോൾ എൻ്റെ പ്രതികരണവും പാർട്ടി വിരുദ്ധാവുന്ന. ഞാൻ ജി സുധാകരൻ സാറിനോട് എല്ലാ ബഹുമാനത്തോടു കൂടിയും തന്നെയാണ് ഇപ്പോഴും. എന്താ കാരണം വെച്ചാൽ ജി സുധാകരൻ പറഞ്ഞതല്ല യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ളത്. പറയാത്ത ചിലതുണ്ട്. എന്താ ചോദ്യം? പറയാത്ത ചിലതുണ്ടല്ലോ. ഒന്നാമത്തെ ചോദ്യം, ഇത്രയും കാലമായില്ലേ, ഇതൊക്കെ അനുഭവിച്ചില്ലേ, ഇനിയെങ്കിലും ഒന്ന് മാറിക്കൂടെ, മതിയായില്ലേ? ഈ ചോദ്യത്തിന് അദ്ദേഹത്തിന് മറുപടി എന്താണെന്നറിയോ? അത് ഇതുവരെ ചോദിച്ചിട്ടില്ല. അത് ചോദിക്കാൻ ധൈര്യം ഒരു പക്ഷേ ഇനി അദ്ദേഹം കാണിച്ചേക്കും. എന്താ ചോദ്യം എന്നറിയോ? എടാ, തനിക്കിതൊന്നും ബാധകമല്ലേ? ചോദിച്ചു നോക്കൂ. ഇത് പിണറായിക്ക് ബാധകമല്ലേ? പ്രായം, അനാരോഗ്യം, ഇനി ട്രാക്ക് റെക്കോർഡ്. ജി സുധാകരനെ ഈ പണി ഏൽപ്പിച്ചിട്ട് ഞാൻ കണ്ടെടുത്തോളം കേരള ചരിത്രത്തിൽ വേണമെങ്കിൽ കേരളം മുഴുവൻ വാരിക്കൂട്ടാനുള്ള മുഴുവൻ വകുപ്പ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു. പൊതുമരാമത്ത് വകുപ്പ് ഉണ്ടായിരുന്നു, ദേവസ്വം ഉണ്ടായിരുന്നു, രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു, സഹകരണം ഉണ്ടായിരുന്നു. ഒന്നായിട്ട് വിഴുങ്ങാമായിരുന്നല്ലോ. ഏൽപ്പിച്ച പണിയിലൊന്നും പാർട്ടിക്കൊരു ദുഷ്പേരും അദ്ദേഹം ഉണ്ടാക്കിയിട്ടില്ല. ഒരു മോശം വാക്ക് പറഞ്ഞിട്ടില്ല. കവിത എഴുതുന്നുള്ള ഒറ്റ കുഴപ്പമുള്ളൂ. വേറൊരു കുഴപ്പം അദ്ദേഹത്തിന് മക്കളെ കൊണ്ടും ദുരിതമില്ല. മക്കളെ കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ? പിണറായി വിജയൻ ഇത് മുഴുവൻ തികഞ്ഞ ഒരാളല്ലേ? ട്രാക്ക് റെക്കോർഡ് മുഴുവൻ അഴിമതിയല്ലേ? വായിൽ നിന്ന് വന്നത് മുഴുവനും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായ വാക്കുകളും പ്രയോഗങ്ങളും അല്ലേ? മക്കള് എന്തെങ്കിലും മന്ദബുദ്ധികളായ ആരെങ്കിലും ഈ സമൂഹത്തിന് എന്തെങ്കിലും ഗുണം ചെയ്തിട്ടുണ്ടോ? മക്കളിൽ ആരെങ്കിലും എന്തെങ്കിലും SFIക്ക് വേണ്ടി മുദ്രാവാക്യം പിടിച്ചിട്ടുണ്ടോ? ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ തനിക്ക് ബാധകമല്ലേ എന്ന ചോദ്യം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട്. അത് ഇദ്ദേഹം നല്ല കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് ഇതുവരെ ചോദിച്ചിട്ടില്ല. ചോദിച്ചേക്കും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇദ്ദേഹത്തിന് രണ്ടാമത്തെ കാര്യം കൂടി ഉണ്ട്. ജി സുധാകരനെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതിശാസ്ത്രം മനസ്സിലാക്കുമ്പോൾ കുറെ കൂടി അദ്ദേഹത്തിൻ്റെ പക്ഷത്ത് നിന്ന് ചിന്തിക്കാൻ നമുക്ക് പറ്റണം. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഞാൻ മനസ്സിലാക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർക്ക് എല്ലാ കാലത്തും ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ ജനങ്ങളെ സേവിക്കാനുള്ള ഏതെങ്കിലും ഉത്തരവാദിത്തം ഏൽപ്പിക്കണം, അല്ലെങ്കിൽ പാർട്ടിയെ സേവിക്കാനുള്ള പണി ഏൽപ്പിക്കണം. കേരളം കണ്ട ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്ക് കൊടുത്തിരുന്ന പണി എന്താ? ഒന്നുകിൽ മുഖ്യമന്ത്രി, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ്, അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറി. ജി സുധാകരനെ ആലപ്പുഴ ജില്ലയിലെ പാർട്ടി ദീർഘകാലം ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആളാണ്. അദ്ദേഹത്തെ അവിടുത്തെ ഒരു ലോബി ഒതുക്കാൻ തുടങ്ങിയത് എത്ര കാലമായി? ആർ നാസർ, എച്ച് സലാം, സജി ചെറിയാൻ പ്ലസ് ഇവരുടെ ഒക്കെ യഥാർത്ഥ ആശാൻ തോമസ് ഐസക്, ഇവരൊക്കെ കൂടി ചേർന്നിട്ട് ഒതുക്കിയിട്ട് പാർട്ടിയിൽ ബ്രാഞ്ചിലേക്ക് ആലോചിച്ച് നോക്കൂ, ബ്രാഞ്ചിൽ ഇരുത്തുകയാണ്. അപ്പോൾ ജി സുധാകരനെ എനിക്ക് തോന്നുന്നു ഈ സമയത്ത് മാന്യമായി ആ പ്രശ്നം തീർക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് ജി സുധാകരൻ ഇനി മത്സരിച്ച് MLA ആവണം, മന്ത്രിയാവണം, വാരിക്കൂട്ടാനൊന്നും അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ആഗ്രഹിക്കുന്നത് പാർട്ടിയിലൊരു ഉത്തരവാദിത്തമെങ്കിലും അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷേ അതിനകത്തൊരു പ്രശ്നം ആലോചിക്കണം. അപ്പോൾ ജി സുധാകരൻ എന്ന് പറയുന്നത് പാർട്ടി സെക്രട്ടറി ആയിട്ടിരിക്കുമ്പോൾ പാർട്ടി എന്ന് പറയുന്നത് ഒരു കേഡർ പാർട്ടിയാണ്. ആ പാർട്ടിയിൽ ഒരു കർക്കശമായ നിയമങ്ങൾ, കർക്കശമായ അനുസരിപ്പിക്കുക എന്നുള്ളൊരു ശീലമുണ്ട്. അപ്പോൾ ജി സുധാകരൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഒരു പക്ഷേ VS അച്യുതാനന്ദനേക്കാളിലും സ്വീകാര്യത കുറവായ ഒരു സെക്രട്ടറി ആയിട്ടുള്ള ഒരു മുഖഭാവമൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഈ എച്ച് സലാം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആർ നാസർ എന്ന് പറയുന്നത്, ഈ പറയുന്ന സജി ചെറിയാൻ എന്നൊക്കെ പറയുന്നത് DYFIയിലൂടെ SFIയിലൂടെ ഒക്കെ വരുന്ന അതിൻ്റെ താഴെ തട്ടിലിരിക്കുന്ന പ്രവർത്തകരായിരുന്നു. അവരോട് വളരെ മോശമായിട്ടാണ് ജി സുധാകരൻ ഇടപെട്ടതെന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയില്ല. ആ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ജി സുധാകരൻ അമ്പലപ്പുഴയിൽ നിന്ന് തോൽക്കേണ്ടി വരുന്നത്. ജി സുധാകരൻ അമ്പലപ്പുഴയിൽ നിന്ന് പിന്നെ കായംകുളത്തേക്ക് പോകുന്നു. കായംകുളത്ത് ഒരു തവണ ജയിച്ചതിന് ശേഷം MM ഹസൻ എന്ന് പറയുന്ന കോൺഗ്രസിൽ അത്ര വലിയ ശക്തരൊന്നും അല്ലാത്തൊരു നേതാവിൻ്റെ മുമ്പിൽ പരാജയപ്പെട്ടു. അതിനുശേഷം ജി സുധാകരൻ പറഞ്ഞത്, എനിക്കെതിരെ അവിടുത്തെ ലോക്കൽ കമ്മിറ്റി അംഗം, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വോട്ട് പിടിക്കുന്നത് ഞാൻ കണ്ടു. ഏരിയ കമ്മിറ്റി സെക്രട്ടറി എടുത്ത് ചോദിച്ചപ്പോൾ വളരെ മോശമായിട്ട് പറയുന്നു. ഇപ്പോൾ ആലപ്പുഴയിൽ തന്നെ ഒരു ഏരിയ കമ്മിറ്റി അംഗം എൻ്റെ തന്തയ്ക്ക് വിളിച്ചു, ഇതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഒരു കാലത്ത് കൊടുത്തതിനുള്ള തിരിച്ചടിയായിട്ട് കൂടി നമുക്ക് ഞാനതൊന്നും കുറച്ച് കാണുന്നില്ല, ഞാനതൊന്നും ചെറുതായിട്ട് കാണുന്നില്ല. ഓരോ നേതാവിനും അവരുടെ, ഇപ്പോൾ ഒരാലോചിച്ച് നോക്കൂ, കേരളം കണ്ട ഏറ്റവും നല്ല കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് എല്ലാവരും പറയുന്നത് തീർച്ചയായിട്ടും VS ആണല്ലോ. VSനെ ഒരു നല്ല പ്രാസംഗികനായിട്ട് നമ്മൾ കാണാറുണ്ടോ? VSന്റെ കയ്യിൽ നിന്നും VSന്റെ വായിൽ നിന്ന് വന്ന വാക്കുകൾ പോലും ആ സന്ദർഭത്തിന് ചേർന്ന വിധത്തിൽ ആളുകൾ ഏറ്റെടുക്കരുത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ചില തന്തയ്ക്ക് പറക്കാത്തവർ അങ്ങനെയും പറയുന്നു AK ആന്റണിയെ കുറിച്ചാണ് പറഞ്ഞത്, ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഓരോരുത്തർക്കും MM മണിയെ അദ്ദേഹമായിട്ട് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഓരോരുത്തരുടെ പരിമിതിയോട് കൂടിയാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ ശരി, ഈ പറഞ്ഞതിലൊക്കെ ശരി ഉണ്ടാവും. ഒരു പക്ഷേ അമ്പലപ്പുഴയിൽ UDF പിന്തുണച്ചാൽ പോലും ജി സുധാകരൻ തോറ്റു എന്ന് വരാം. എങ്കിലും ഞാൻ അതിന് കൊടുക്കുന്നൊരു മാർക്ക്, ജി സുധാകരൻ്റെ യഥാർത്ഥ പോരാട്ടം സ്വന്തം വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് ഞാൻ കരുതുന്നില്ല. മറിച്ച് പിണറായിക്കെതിരെയുള്ള കലാപക്കൊടിയാണത്. ആ കലാപക്കൊടി കണ്ണൂരിൽ നടക്കുന്നതിൻ്റെ തുടർച്ചയാണ് ആലപ്പുഴ എന്നാണ് ഞാൻ പറഞ്ഞത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.